നമസ്കാരം. ഇന്ന് നമുക്കൊരു അടിപൊളി മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ? കാച്ചിൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ പുഴുക്കായിട്ടൊക്കെ കാച്ചിൽ ഉപയോഗിക്കാറുണ്ട്, അതേപോലെ അവിയലിലും അസ്ത്രത്തിലും ഒക്കെ ഇത് ചേർക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കിതിൻ്റെ മെഴുക്കുവരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിവിടെ കുറച്ച് കാച്ചിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ പുറമേയുള്ള തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വെള്ളത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇതേപോലെ വൃത്തിയാക്കിയെടുക്കണം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അതായത് ചെറിയ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇതിൽ മണ്ണൊക്കെ ഉള്ളതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് മെഴുക്കുവരട്ടിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കാച്ചിലൊക്കെ മെഴുക്കുവരട്ടി വെക്കുമ്പോൾ രണ്ട് രീതിയിൽ വെക്കാം. വേണമെങ്കിൽ വെള്ളത്തിലേക്കിട്ട് വേവിച്ചതിന് ശേഷം മെഴുക്കുവരട്ടിയാക്കാം, അതല്ലെങ്കിൽ നേരിട്ട് എണ്ണയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എണ്ണയിലേക്ക് ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്, വെള്ളത്തിലിട്ട് വേവിക്കുന്നില്ല. എണ്ണ അധികം ചൂടാകുന്നതിന് മുമ്പേ ഇതിലേക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മൾ ആ കാച്ചിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുന്നതിനേക്കാൾ ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്ത് ഈ പൊടിവകകളൊക്കെ ഒന്ന് മിക്സ് ചെയ്താൽ ആ കാച്ചിൽ എല്ലായിടത്തും ഒരുപോലെ ഇതൊന്ന് ആയി വരും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എണ്ണയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന കാച്ചിലിൻ്റെ കഷ്ണങ്ങൾ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഈ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടിക്കും അതുപോലെ മഞ്ഞൾപ്പൊടിക്കും ഒക്കെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറി ഇതിലേക്ക് ചേർത്തിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മെഴുക്കുവരട്ടിക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ചുവന്ന മുളകിന് പകരം പച്ചമുളക് ചേർത്തും നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം രീതിയിലുള്ള തീയിൽ ഇതൊരു കുറച്ച് സമയം ഒന്ന് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ എണ്ണയിൽ തന്നെ കിടന്നിട്ടൊന്ന് വെന്താൽ മതി. അപ്പോൾ ഈ പാത്രം അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ വേവാൻ തുടങ്ങിയിട്ടുണ്ട്. കാച്ചിലിൻ്റെ വേവ് അനുസരിച്ച് എത്ര നേരം ഇത് അടച്ച് വേവിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ചില കാച്ചിൽ വളരെ പെട്ടെന്ന് വെന്ത് വരും, ചിലതിന് കുറച്ചുകൂടി സമയമാകും. കാച്ചിലിപ്പോൾ വെന്തിട്ടുണ്ട്. ഇതേപോലെ തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് മുറിഞ്ഞു വരും. ആ ഒരു പരുവമാവുമ്പോൾ നമുക്കിത് അടച്ച് വേവിക്കുന്നത് നിർത്തണം. കാരണം ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മളിത് ഒന്ന് ഇളക്കുന്ന സമയത്ത് തന്നെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് വെന്ത് പോകരുത്. അതൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് മുറിഞ്ഞു വരുന്ന ഒരു പാകത്തിന്, ഒരു ചെറിയ കട്ടിയെങ്കിലും വേണം, ആ ഒരു പാകത്തിൽ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് അടച്ച് വേവിക്കേണ്ട. അതല്ലാതെ തന്നെ ഒരു മീഡിയം രീതിയിലുള്ള തീയിലിട്ടിട്ട് ഇത് ആവശ്യത്തിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാച്ചിലിൻ്റെ മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുവരട്ടിയാണിത്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. മെഴുക്കുവരട്ടി എത്രയും മൂപ്പിച്ചെടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ലൈറ്റായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട്, അതായത് കുറച്ചുകൂടി എണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് ക്രിസ്പി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. വീട്ടിൽ കാച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതിനു മുമ്പ് ഇത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായങ്ങളും അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.